വെൽക്കം ടു ശ്രേയ കിച്ചൺ ഓൺലൈൻ. ശ്രേയ കിച്ചൺ ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബീഫ് വിന്താലുവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ വരെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണിത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അഥവാ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് വിന്താലുവാണ്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ബീഫാണ്. ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 4 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. 4 മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. കാശ്മീരി മുളക് പൊടി 5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ഹാഫ് എരിവുള്ള മുളക് പൊടി, ഹാഫ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കടുക് 1 ടീസ്പൂണ്, പെരിഞ്ജീരകം 1/2 ടീസ്പൂണ്, ഉലുവ 1/2 ടീസ്പൂണ്, ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 2 ടീസ്പൂണ്, ഏലക്ക 6 ഗ്രാമ്പു 8, പട്ട ഒരു ചെറിയ കഷ്ണം, ഇഞ്ചി 2 ഇഞ്ച് നീളത്തിൽ എടുത്ത് പീസാക്കി വെച്ചിരിക്കുന്നു, വെളുത്തുള്ളി 20 മീഡിയം സൈസ്, വിനാഗിരി 3 ടേബിൾ സ്പൂണ്, ഷുഗർ 1 ടീസ്പൂണ്, 3 ഗ്ലാസ് ചൂടുള്ള നല്ല തിളച്ച വെള്ളം, എണ്ണ ഒരു 4-5 ടേബിൾ സ്പൂൺ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഷുഗർ 1 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, നമുക്ക് വിന്താലു മസാലയാണ് ഇനി റെഡിയാക്കാനുള്ളത്. അതിനുവേണ്ടി ഈ ചേരുവകളെല്ലാം എടുക്കണം. നമുക്ക് ഈ സ്പൈസസ് വളരെ കുറച്ച് മതി, കാരണം ഈ കറിക്ക് സ്പൈസസിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണ്ട. നമുക്ക് ആദ്യമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അതിന് ശേഷം കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു എല്ലാം ചേർക്കാം. പിന്നെ ജീരകം, ഉലുവ, നല്ല ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, പിന്നെ നമ്മൾ വിനാഗിരി. ഈ വിനാഗിരിയിലാണ് നമ്മൾ ഇത് അരയ്ക്കേണ്ടത്. പക്ഷേ വിനാഗിരി ഇത്ര അരയ്ക്കാൻ നമുക്ക് തികയല്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ല പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. നമ്മൾ വിന്താലു മസാല നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് ഇത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവോള ഇടുകയാണ്. ഞാൻ ഇതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കുകയോ കരിയോ ഒക്കെ ചെയ്യും. കരിയാൻ പാടില്ല. ഞാൻ നമ്മുടെ കറിയുടെ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മൾ ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഇതിങ്ങനെ ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ ആണ്. നമ്മുടെ സവോളയെല്ലാം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ശകലം ഉപ്പ് ചേർത്തായിരുന്നു വേഗം വഴലാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. ഈ ടൊമാറ്റോ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നല്ലപോലെ മിക്സ് ആകണം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ
ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ടൊമാറ്റോ എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ള വിന്താലു മസാലയാണ്. നമുക്ക് വിന്താലു മസാല നമുക്ക് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് അല്പം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. അത് നമ്മൾ ഇത് ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ മസാല കരിഞ്ഞു പോകും. ഞാൻ ലോ ഫ്ലെയിമിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ മസാല ചേർക്കാൻ. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിച്ചിരി വെള്ളം ചേർത്ത് ഇതിനകത്തേക്ക് ചേർക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ മിക്സി കഴുകിയ വെള്ളമാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല എല്ലാം നല്ലപോലെ മിക്സായി. ഇനി അത് ചെറുതീയിൽ നമ്മൾ ഇളക്കി അതിനകത്തെ പച്ചമണം എല്ലാം മാറി നല്ല ഒരു ഇതാകണം. ഞാൻ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടുക്കി പിടിക്കാതെ അത് നമ്മൾ പതിയെ ഇളക്കി അതിൻ്റെ പച്ചമണം പോയി നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഇളക്കണം. അപ്പം നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു, നല്ല പാകമായി, അതിൻ്റെ പച്ചമണം എല്ലാം പോയി നല്ല ഇതായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാര എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, വേണ്ടാത്തൊരു ചേർക്കാതിരിക്കാം. പക്ഷേ ഇത് നമ്മൾ വിനാഗിരിയിൽ ഉണ്ടാക്കിയാണ്. ആ വിനാഗിരിയുടെയും ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് ഒന്നിച്ച് ചേർന്നാലേ ആ വിന്താലു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ വേണ്ട എന്നുള്ളവർ ചേർക്കാതെ ഇരിക്കാം. ഞാനത് ചേർക്കുന്നുണ്ട്. അന്നേരമാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ വിന്താലു മസാല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് അല്പം ഉപ്പും ചേർക്കാം. മുമ്പേ കുറച്ച് ഉപ്പ് ചേർത്തായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മിക്സായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ മസാലയായിട്ട് ബീഫ് നല്ലപോലെ മിക്സ് ആകണം. അപ്പം നമ്മുടെ മസാല ബീഫുമായിട്ട് നല്ലപോലെ കോട്ടഡായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ചേർക്കണം. അത് ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊഴിക്കുക. അതൊഴിച്ച് അതിൻ്റെ ചാറൊക്കെ ഒന്ന് നോക്കി കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർക്കാം. ഇപ്പം വെള്ളമെല്ലാം ചേർത്ത് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത്, കാരണം കൂടുതൽ തിക്കായിരുന്നു. കഴിഞ്ഞ് ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. ഇപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടി ഫുൾ ഫ്ലെയിമിൽ വെക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചാലേ ഇനി വേഗമുള്ളൂ. വേകാനായിട്ട് വെക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി കുക്കർ അടയ്ക്കാം. നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ച് ഫുൾ ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കുന്നത്. 3 വിസിൽ കഴിയുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇപ്പം നമ്മുടെ വിന്താലു 3 വിസിൽ കഴിഞ്ഞു. ഞാനത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇനി ഒരു 15-20 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. കാരണം ചില ബീഫ് മൂത്തതൊക്കെ ആയിരിക്കും, അപ്പോൾ വേഗം താമസിക്കും. ചിലത് വേഗം വേഗം, കാരണം ഓരോന്നിൻ്റെ വേവ് വ്യത്യാസമുണ്ട്. ഏതായാലും ഒരു 15-20 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് വിന്താലു 3 പ്രാവശ്യം ഹൈ ഫ്ലെയിമിൽ 3 വിസിലിന് ശേഷം നമ്മളത് ലോയുടെ മീഡിയത്തിൻ്റെ ഫ്ലെയിമിൽ നമ്മൾ 20 മിനിറ്റ് നേരം വെച്ചിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം പോയി. ഇപ്പം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഈ ചാറൊക്കെ ഇങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം ഒന്നുകൂടെ. ഞാൻ ഉപ്പ് നോക്കി, ഇപ്പോൾ ഉപ്പ് കുറവാണ്, അല്പം കൂടി ഉപ്പ് ചേർക്കണം. അതുകൊണ്ട് ഞാൻ അല്പം കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്തു. ഒന്നുകൂടെ നോക്കട്ടെ കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ കറക്റ്റാണ് ഉപ്പ്. നമ്മുടെ കറിയുടെ ഇതാണ്. ഇപ്പോൾ ഈ ചാറിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറുകിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഹൈ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് കൂടെ ഇങ്ങനെ
ഓപ്പൺ ചെയ്ത് വെച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറുവും. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് കുറുകുമ്പോൾ അത് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ കുറുകും. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഇത് നല്ലൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കമൻസ്, നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഇടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.